നുണ എന്നത് മലയാളത്തിൽ അസത്യമല്ലെങ്കിൽ സത്യമല്ലാത്തത് എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. ചിലപ്പോൾ അപരനെ മോശപ്പെടുത്താനായോ രക്ഷപ്പെടാനായോ നുണ പറയാറുണ്ട്. എന്നാൽ നുണയുടെ പ്രഭാവം വളരെ ആഴത്തിൽ എത്താറുണ്ട്. വിശ്വാസം നഷ്ടപ്പെടും, ബന്ധങ്ങൾ തകരും, ഉള്ളിൽ കുറ്റബോധം കൂടും. നുണയെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ. കുറച്ചുനേരത്തെ രക്ഷയ്ക്ക് നുണ ഉപകരിച്ചാലും ദീർഘകാലത്തിൽ അത് തകരാറുണ്ടാക്കും. ഒരു നുണ മറക്കാൻ കൂടുതൽ നുണകൾ പറയേണ്ടി വരും. സത്യം വൈകിയാലും അതിന് നിലനിൽപ്പുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, അവൻ പറഞ്ഞു അത് ശരിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചു, എന്നാൽ പിന്നീട് മനസ്സിലായി അത് ഒരു നുണയായിരുന്നു. ഇത് നുണ എന്ന ആശയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു ചെറുതും ആഴമുള്ളതുമായ ചിന്താശൈലി റിഫ്ലെക്റ്റീവ് തോട്ട് പീസ് ആണ്. നുണ ഒരു നിഴലിന്റെ യാത്ര. നുണ ഒരു നിമിഷത്തിന്റെ രക്ഷയോ അതോ നിമിഷങ്ങൾ കവർന്നു പോകുന്ന നഷ്ടമോ? മനുഷ്യർ നുണ പറയുന്നു, ചിലപ്പോൾ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ചിലപ്പോൾ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ. പക്ഷേ ഒരു നുണ പറഞ്ഞപ്പോൾ അത് നമുക്ക് മാത്രമല്ല, ഒരുപാട് ബന്ധങ്ങളിലേക്കും വിരലുകൾ നീളുന്നു. വിശ്വാസത്തിന്റെ ചില്ലുകൾ വീണ്ടുപോകാൻ ഒരു നുണ മതിയാകും. നമ്മുടെ ഉള്ളിലെ ശബ്ദം പലപ്പോഴും നുണയെ തടയാൻ ശ്രമിക്കും, സത്യം പറയൂ എന്ന്. എന്നാൽ ഭയവും അഹങ്കാരവും ചേർന്ന് ആ ശബ്ദത്തെ അടച്ചുപൂട്ടും. നുണ പറഞ്ഞപ്പോൾ ഒരിടവേളയ്ക്ക് വിശ്രമമുണ്ടാവാം, പക്ഷേ അന്ത്യം എപ്പോഴും തീവ്രമായതായിരിക്കും. ഒരു നുണയുടെ പിറകിൽ നമുക്ക് പലപ്പോഴും സത്യത്തെ മറച്ചുവെക്കേണ്ടിവരും. ഒടുവിൽ നമുക്ക് സ്വയം തന്നെ ചോദ്യമേറും, ഞാൻ ആരാണ്? ഞാനാണോ എന്റെ സത്യം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നുണകളോ? സത്യസന്ധതയുടെ വഴിക്ക് നടക്കാൻ ധൈര്യം വേണം. പക്ഷേ ആ വഴി സത്യമുണ്ട്, ശാന്തിയുണ്ട്, തികഞ്ഞ ആത്മാഭിമാനവുമുണ്ട്.